Sin is the root of their failure. പാപമാണ് അവരുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ മൂലകാരണം. വായിച്ചു 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവം കൽപ്പിക്കുന്നൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിന്റെ പാപം. അതാണ് അവരുടെ റൂട്ട് കാസ്. ആ ശാപം കടന്നു വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന ആക്കാൻ ലംഘിച്ചു എന്നുള്ളതാ. നശിപ്പിക്കുവാൻ പറഞ്ഞത് താൻ ഏറ്റെടുത്തു എന്നുള്ളതാ കാരണമായി തീർന്നത്. ആ പാപം മുഖാന്തരമായിട്ട് ശാപം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് പറയുവാനുള്ള ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കത്തില്ല. കൂടെ കൂടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫെയിലിയർ ആകുന്നുവെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ജയവും വിജയവും പരാജയവും ഒക്കെ വരാൻ സാധിക്കും. ബട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫെയിലിയർ ആകുന്നുവെങ്കിൽ there will be some reason. ദൈവം അത് ആഗ്രഹിക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, കാരണം കൂടാതെ ശാപം കടന്നു വരികയില്ല. ഒരു കുരുകിൽ പറന്നു പോകുന്നതിന് ഒരു കാരണമുണ്ട്. വിത്തൗട്ട് എ റീസൺ അതങ്ങനെ ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതം ഒരു പരാജയമാകുന്നുവെങ്കിൽ യോശുവയോട് പോലെ ഒന്ന് നെടുമ്പാട് നിലവിളിക്കുമോ? കർത്താവേ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന് നീ വിളിച്ചിട്ട് വായ് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു.